ലോസ് ഓഫ് മോഷനിൽ കണക്റ്റഡ് ബോഡീസിൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഒരു ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യനിൽ 2 ബോഡികളാണെന്ന് കരുതുക. ഈ ബോഡിയിൽ ഈ ഭാഗത്താണ് നമ്മൾ ഫോഴ്സ് കൊടുത്തതെങ്കിൽ അതൊരു നമുക്ക് 60 ന്യൂട്ടൺ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഒരു റോപ്പ് ഉണ്ട്, അപ്പോൾ ഇവിടെ ഒരു ടെൻഷനാണ് ഉണ്ടാവുക. ഇനി ഇവിടെ ഒരു 3 കിലോഗ്രാം ഉണ്ട്, ഇവിടെ ഒരു 1 കിലോഗ്രാം ഉണ്ട് എന്ന് കരുതുക. പക്ഷെ ഇതിൽ വരുന്ന മാറ്റം ഇങ്ങനെയാണ്. ഇവിടെയും കൂടെ ഞാനൊരു ഫോഴ്സ് കൊടുത്തു എന്ന് കരുതുക, ഒരു 120 ന്യൂട്ടൺ. ഇങ്ങനെ 2 ഭാഗത്തുനിന്നും കൂടെ ഫോഴ്സുകൾ വന്നാൽ അപ്പോൾ എന്താണ് ചെയ്യാന്നുള്ളതാണ്. ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ ഫോഴ്സുകൾ അടയാളപ്പെടുത്തുക. പക്ഷെ ആദ്യം എങ്ങോട്ടാണ് ഈ സിസ്റ്റം മൂവ് ചെയ്യാന്ന് നോക്കണം. ഈ സിസ്റ്റം മൂവ് ചെയ്യുക ഇങ്ങോട്ടാണ്. അപ്പോൾ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യാന്നുള്ളൊരു ഐഡിയ വേണം. അപ്പോൾ ഞാൻ ഈ 3ൻ്റെ ഫോഴ്സുകൾ അടയാളപ്പെടുത്തുകയാണെങ്കിൽ ഇങ്ങോട്ട് 60 ഉണ്ട്. അതേപോലെ ഈ പോയിന്റിലെ ടെൻഷൻ എവേ ഫ്രം ദ ബോഡിയാണ്. ആ ടെൻഷൻ ദാ ഇങ്ങോട്ടുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം, ഈ സിസ്റ്റം ടോട്ടൽ ഇങ്ങോട്ടാണല്ലോ പോവുക. ഇങ്ങോട്ട് പോകണമെങ്കിൽ ഈ ടെൻഷൻ കൂടണം. അപ്പോൾ ഇതിലെ വലിയ ഫോഴ്സ് എന്ന് പറയുന്നത് ടെൻഷനാണ്. അപ്പോൾ ഇതിൻ്റെ നെറ്റ് ഫോഴ്സ് എഴുതുന്ന സമയത്ത് T-60 എന്നാണ് എഴുതുന്നത്. T-60 ആണ് അതിൻ്റെ നെറ്റ് ഫോഴ്സ് വരിക. അതേപോലെ ഈ 1 കിലോഗ്രാം ബോഡിയിൽ ഇങ്ങോട്ട് 120 ന്യൂട്ടൺ ഉണ്ടാവും, ഇങ്ങോട്ട് എവേ ഫ്രം ദ ബോഡി ടെൻഷനും ഉണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങോട്ടാണ് നീങ്ങുക. അപ്പോൾ ഇതിൽ വലിയ ഫോഴ്സ് വരുന്നത് 120 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 2 ഇക്വേഷൻസ് നമ്മൾ 120ൻ്റെ ഇതിൻ്റെ ഇക്വേഷൻസ് 1, 3ൻ്റെ ഇക്വേഷൻസ് എഴുതുകയാണെങ്കിൽ ഒരു ഇക്വേഷൻ ഇത് നോക്കിയാൽ 120 മൈനസ് T ഈക്വൽ ടു, ഇതാണ് നെറ്റ് ഫോഴ്സ്. നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു എം എ. എം എന്ന് പറയുന്നത് 1 ആണ് ഇൻറ്റു എ. അടുത്തത് ഈ 3ൻ്റെത് എഴുതുമ്പോൾ T ആണ് കൂടുതൽ. T-60 ഈക്വൽ ടു എം എയിൽ 3a എന്നാണ് വരിക. ഇത് ആഡ് ചെയ്താൽ 3a + 1a എന്നുള്ളത് 4a എന്നാവും. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ T അങ്ങോട്ട് കട്ട് ചെയ്ത് പോകും. 120 - 60 എന്നാണ് വരിക. T ക്യാൻസൽ ചെയ്ത് പോകും. 120 - 60 എന്ന് പറഞ്ഞാൽ 60 ആണ്. 60 ഈക്വൽ ടു 4a. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇവിടുന്ന് ആക്സിലറേഷൻ കിട്ടും. ആക്സിലറേഷൻ വരിക 60 ഡിവൈഡഡ് ബൈ 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 15 m/s² ആണ്. ഇനി അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ 3 × 15 എന്ന് പറയുമ്പോൾ 45 ആവും. പിന്നെ ഈ 60 അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ടെൻഷൻ ഈക്വൽ ടു 60 + 45 105 ന്യൂട്ടൺ ആണ് കിട്ടുക. അപ്പോൾ ഇതാണ് ഈ ഭാഗത്തും കൂടെ ഫോഴ്സ് വന്നാൽ ചെയ്യേണ്ട രീതികൾ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇങ്ങനെയാണ് പിക്ചർ എങ്കിൽ ഇവിടെ ഒരു ടെൻഷനേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് 150 ആണ്, ഇങ്ങോട്ട് 50 ആണ്. അപ്പോൾ ഈ സിസ്റ്റം ടോട്ടൽ അങ്ങോട്ടാണ് പോവുക. അങ്ങോട്ട് പോകുമ്പോൾ ഈ 3യെ സംബന്ധിച്ചിടത്തോളം 150 ന്യൂട്ടൺ ഇങ്ങോട്ടും ടെൻഷൻ ഇങ്ങോട്ടുമാണ് ഉണ്ടാവുക. ഇതിലെ വലിയ ഫോഴ്സ് വരുന്നത് 150 ആണ്. കാരണം ആ സിസ്റ്റം ടോട്ടൽ അങ്ങോട്ടാണ് പോകുന്നത്.
ഇനി ഇവിടെ വരുന്നത് ഇങ്ങോട്ടാണ് 50 വരുന്നത്, അതേപോലെ ഇങ്ങോട്ടാണ് ടെൻഷൻ വരുന്നത്. ഇതിൽ ടെൻഷൻ ആവണം വലുത്, എന്നാലേ അങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ ഈ ടി ആണ് വലുത് വരിക. അപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടൽ ഫോഴ്സ് നമ്മൾ പറയുകയാണെങ്കിൽ 150 മൈനസ് ടി ഈക്വൽ ടു 3a. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ വരിക. ഈ 2ൻ്റെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ടി മൈനസ് 50 ഈക്വൽ ടു 2a. ആഡ് ചെയ്താൽ 150, ഈ ടികൾ ക്യാൻസൽ ചെയ്ത് പോകും. 150 മൈനസ് 50 ഈക്വൽ ടു 100 ആണ്, ഈക്വൽ ടു 5a. അപ്പോൾ നമ്മൾക്ക് a ഈക്വൽ ടു 100/5 എന്ന് പറഞ്ഞാൽ 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഈ ആക്സിലറേഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടി ഈക്വൽ ടു 50 പ്ലസ് 2a എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 പ്ലസ് 2 ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്നത് 20 ആണ്, ഈക്വൽ ടു 90 ന്യൂട്ടൺ എന്നാണ് ആൻസർ വരിക. പണ്ട് നമ്മൾ ടെൻഷൻ കാണാൻ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞിരുന്നു. ഇത് അങ്ങോട്ട് പോകുമ്പോൾ ബാക്കിലുള്ള മാസ് 2 ഇൻറ്റു ആക്സിലറേഷൻ. ഇതായിരുന്നു നമ്മൾ പണ്ടത്തെ ഷോർട്ട് കട്ട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ ഒരു 50 കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ബാക്കിലുള്ള മാസ് ഇൻറ്റു ആക്സിലറേഷൻ പ്ലസ് ബാക്കിലുള്ള ഫോഴ്സ്. ഇതായിരിക്കും ടെൻഷൻ കാണാനുള്ള ഷോർട്ട് കട്ട് വരിക. അപ്പോൾ ഞാൻ ആ ഷോർട്ട് കട്ട് ഒന്ന് പറയുകയാണ്. ആക്സിലറേഷൻ കാണാൻ ടോട്ടൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ആയിരിക്കും. ഈ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എത്രയും നമ്മൾ ലാസ്റ്റ് വരച്ച ഒരു പിക്ചറിൽ അങ്ങോട്ട് 150യും ഇങ്ങോട്ട് 50യും, ഇതാണ് ഈ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 5 ആയിരുന്നു. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടുള്ളത് വലുത് മൈനസ് ചെറുത് കൊടുക്കണം, ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഇനി ടെൻഷൻ കാണുമ്പോൾ നമ്മൾ ചെയ്തത് ബാക്കിലുള്ള മാസ് ഇൻറ്റു ആക്സിലറേഷൻ പ്ലസ് ബാക്കിലുള്ള ഫോഴ്സ്. അപ്പോൾ ഈ ബാക്കിലുള്ള ഫോഴ്സ് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ആദ്യം ഈ സിസ്റ്റം ടോട്ടൽ എങ്ങോട്ടാണ് മൂവ് ചെയ്യണതെന്ന് അറിയണം. അപ്പോൾ അങ്ങോട്ടാണ് പോകണമെങ്കിൽ ഇവിടെ ഉള്ളതാവും ബാക്കിലുള്ള ഫോഴ്സ്, ഇങ്ങോട്ടാണ് പോകണമെങ്കിൽ അവിടെ ഉള്ളതാവും ബാക്കിലുള്ള ഫോഴ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട് വരിക. ഇനി നമ്മൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. പെട്ടെന്ന് നമ്മൾ ആൻസറുകൾ പറയണം. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതാണെങ്കിൽ 1 ഉണ്ട്, 4 ഉണ്ട്, ഇങ്ങോട്ട് ഒരു 60 ന്യൂട്ടണും ഇങ്ങോട്ടൊരു 70 ന്യൂട്ടണും ആണെങ്കിൽ ഇതിൽ 70 ആണല്ലോ വലുത്. അപ്പോൾ നമ്മൾ ആക്സിലറേഷൻ പറയുമ്പോൾ ഈ 70 വലുതാകുമ്പോൾ ഈ സിസ്റ്റം ഇങ്ങോട്ടാണ് കേട്ടോ പോരുക. അത് നമുക്കറിയണം. അതറിഞ്ഞാലേ നമുക്ക് ബാക്കിലുള്ള ഫോഴ്സിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങോട്ടാണ് പോവുക. ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 70 മൈനസ് 60, അതാണ് ടോട്ടൽ ഫോഴ്സ് വരിക. ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ ഈക്വൽ ടു 10/5 ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് വരിക. ഇനി ടെൻഷൻ കാണാൻ ബാക്കിലുള്ള മാസ്, അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ബാക്കിലുള്ള മാസ് 4 ആണ്. 4 ഇൻറ്റു ആക്സിലറേഷൻ 2 പ്ലസ് ബാക്കിലുള്ള ഫോഴ്സ് അത് 60 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 68 ന്യൂട്ടൺ. ഇതാണ് നമുക്ക് ടെൻഷനും ആക്സിലറേഷനും കാണാനുള്ള ഷോർട്ട് കട്ടായിട്ട് വരിക. ഇനി നമ്മൾക്ക് ഇതേപോലെ ഒരു ക്വസ്റ്റ്യനും കൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം.
അങ്ങോട്ട് 60യും ഇങ്ങോട്ട് 24ഉം ആണെങ്കിൽ ഈ സിസ്റ്റം ടോട്ടൽ അങ്ങോട്ടാണ് പോവുക, കാരണം 60 ആണല്ലോ ഗ്രേറ്റർ. ഇനി ഇവിടെ വരുന്നത് രണ്ട് ടെൻഷനാണ്, T1 ഉണ്ട്, ഇവിടെ T2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ കാണുന്ന സമയത്ത് നെറ്റ് ഫോഴ്സ് വേണം. നെറ്റ് ഫോഴ്സ് പറഞ്ഞാൽ 60 മൈനസ് 24 ആണ് വരിക. 60 മൈനസ് 24 എന്ന് പറയുമ്പോൾ 36 ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 6 ആണ്, ഈക്വൽ ടു 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് വരിക. ഇനി ഈ ബാക്കിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 60 ആണോ 24 ആണോ? 24 ആണ് വരിക. നമ്മൾ T1 കാണുമ്പോൾ ബാക്കിലുള്ള മാസ് 1 ഇൻറ്റു ആക്സിലറേഷൻ 6 പ്ലസ് ബാക്കിലുള്ള ഫോഴ്സ് 24 ഈക്വൽ ടു 30 ന്യൂട്ടൺ കിട്ടും. അടുത്തത് T2 ആണ് കാണുന്നതെങ്കിൽ ബാക്കിലുള്ള ടോട്ടൽ മാസ് 4 ഇൻറ്റു 6 പ്ലസ് ബാക്കിലുള്ള ഫോഴ്സ് 24. 24 പ്ലസ് 24 48 ന്യൂട്ടൺ ആണ് വരിക. അപ്പോൾ ഇതിൽ ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസും, ടെൻഷൻ എന്ന് പറയുന്നത് ബാക്കിലുള്ള മാസ് ഇൻറ്റു ആക്സിലറേഷൻ പ്ലസ് ബാക്കിലുള്ള ഫോഴ്സാണ് വരിക. ഇനി നമ്മൾക്ക് വേറെ ഒരു പോർഷൻ ചെയ്തു നോക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പുള്ളിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. വളരെ സിമ്പിളാണ്. ഇങ്ങനെ ഒരു പുള്ളിയുണ്ട്. ആ പുള്ളിയിൽ ഇവിടെ ഒരു മാസ് ഉണ്ട്, അത് മാസ് M1 ആണ്. അതേപോലെ ഇവിടെ ഒരു മറ്റൊരു മാസ് ഉണ്ട്, ആ മാസ് വരുന്നത് M2 ആണെങ്കിൽ ആദ്യം തന്നെ നമുക്കൊന്ന് അസ്യൂം ചെയ്യാം M1 ഗ്രേറ്റർ ദാൻ M2 ആണ്. അപ്പോൾ വലിയ മാസ് വരുന്നത് M1 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും M1 താഴോട്ടാണ് പോവുക. താഴോട്ട് പോകണമെങ്കിൽ താഴോട്ട് ഇതിനെ കൊണ്ടുപോയത് ആരാ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. M1 താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനെ താഴോട്ട് കൊണ്ടുപോയി നമ്മൾ വേറെ ഫോഴ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അത് താനെ പോകും. അപ്പോൾ ആ കൊണ്ടുപോയ ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്, M1G. അതേപോലെ ഇവിടെ M2നും താഴോട്ട് ആരുണ്ട്? M2G ഉണ്ട്. പക്ഷേ M2 മുകളിലേക്കാ പോവുക. കാരണം ഈ M1G കൂടുതലായതുകൊണ്ട് ഈ M2Gനെ കവർ ചെയ്തിട്ട് മുകളിലേക്ക് പോകും. ഇനി മറ്റൊരു പ്രശ്നം, ഇവിടെ ആകെ ഒരു കയറേ ഉള്ളൂ, അപ്പോൾ ഒരു ടെൻഷനേ ഉണ്ടാവുള്ളൂ. നമ്മൾ പറഞ്ഞിരുന്നു ടെൻഷൻ എന്ന് പറയുന്നത് എവേ ഫ്രം ദ പോയിന്റാണ്. അപ്പോൾ ഇവിടെ മുകളിലോട്ട് ആരുണ്ട്? ടെൻഷൻ ഉണ്ട്. ഇവിടെയും മുകളിലോട്ട് തന്നെയാണ് ടെൻഷൻ. ടെൻഷൻ ഈസ് ഓൾവേസ് എവേ ഫ്രം ദ ബോഡി. ഇനി നമ്മൾ ഓരോ ആളുകളുടെയും ഫോഴ്സുകൾ നോക്കിയാൽ ഇത് താഴോട്ടാണല്ലോ വരേണ്ടത്. അപ്പോൾ ഈ M1G ആരേക്കാൾ കൂടണം? ടെൻഷനേക്കാൾ കൂടണം. അപ്പോൾ M1G മൈനസ് ടി, എന്നാലേ ഇത് താഴോട്ട് പോകുള്ളൂ. താഴോട്ട് പോകണമെങ്കിൽ ഈ M1G കൂടണമെങ്കിൽ ഇതിൻ്റെ ഫോഴ്സ് വരിക M1G മൈനസ് ടി എന്നാണ്. M1G മൈനസ് ടി ആണ് നെറ്റ് ഫോഴ്സ് വരിക. നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു ആരാ? MA. ആ മാസ് എന്ന് പറയുന്നത് M1A ആണ്. അങ്ങനെയാണെങ്കിൽ M2G പോകുന്നത് മുകളിലോട്ടാണ്. മുകളിലോട്ടാണെങ്കിൽ ടി കൂടണം M2Gനേക്കാൾ. അപ്പോൾ അതിൻ്റെ നെറ്റ് ഫോഴ്സ് വരിക ടി മൈനസ് M2G ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു MA. ആ മാസ് M2A ആണ്. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻസ് വരിക. ഈ ഇക്വേഷൻസ് ഞാൻ ആക്സിലറേഷൻ കണ്ടുപിടിക്കുകയാണെന്ന് കരുതുക. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ ടെൻഷൻ കട്ട് ചെയ്തു. പിന്നെ ഇവിടെ വരിക M1G മൈനസ് M2G എന്നാണ്.
അപ്പോൾ എനിക്ക് വേണമെങ്കിൽ m1 മൈനസ് m2 ഇൻറ്റു ജി കോമൺ എടുക്കാം. ആ ജി കോമൺ എടുത്താൽ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ m1 പ്ലസ് m2 ഇൻറ്റു എ എന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ കിട്ടും. ഇവിടെ എ കോമൺ എടുത്തതാണ്. ഇത് ഇങ്ങനെ നേരെ താഴോട്ട് കൊടുത്താൽ എ ഈക്വൽ ടു m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു ജി എന്നാണ് വരിക. നമ്മൾക്ക് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ കിട്ടി. m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു ജി. അത് പഠിച്ചു വെക്കാൻ വളരെ സുഖമാണ്. 2 മാസുകൾ ഉണ്ടാവും. ഡിഫറൻസ് ബൈ സം ഇൻറ്റു ജി. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ വരിക ഡിഫറൻസ് ബൈ സം ഇൻറ്റു ജി. അതാണ് പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഡിഫറൻസ് ബൈ സം ഇൻറ്റു ജി അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറുകൾ കണ്ടെത്താൻ പറ്റും. ഇനി ആക്സിലറേഷൻ കിട്ടിയാൽ ടെൻഷൻ കാണേണ്ടി വരും. ആ ടെൻഷൻ കാണാൻ ഇതിൽ ഏതിലെങ്കിലും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഒരു ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെന്ന് കരുതുക. ഈ ആദ്യത്തെ ഇക്വേഷനിൽ അപ്പോൾ ആ ടി ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ടി ഈക്വൽ ടു m1 ഇൻറ്റു ജി മൈനസ് എ എന്നാണ് കിട്ടുക. ഇതിൽ m1 ഇൻറ്റു ജി മൈനസ് എൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി ഡിഫറൻസ് ബൈ സം ഇൻറ്റു ജി. ഇതിൽ രണ്ടിലും കോമൺ ആരാന്ന് വെച്ചാൽ ജി കോമൺ ആണ്. ആ ജി ഞാൻ പുറത്തെടുത്താൽ m1 ജി ഇൻറ്റു അപ്പോൾ ഇവിടെ ബാക്കി വരിക 1 ആണ് മൈനസ് m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്നാണ് കിട്ടുക. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ m1 പ്ലസ് m2 മൈനസ് m1 പ്ലസ് m2 എന്ന് കിട്ടും. m1 പ്ലസ് m2 മൈനസ് m1 പ്ലസ് m2 ഈ ബ്രാക്കറ്റിൽ നമ്മൾ മൈനസ് കൊടുത്താൽ അങ്ങനെയാണ് വരിക. അപ്പോൾ m1 മൈനസ് m1 എന്ന് പറയുമ്പോൾ ആ m1 പോകും. പിന്നെ ഇവിടെ ഒരു m2 പ്ലസ് m2 എന്ന് പറയുമ്പോൾ 2m2 വരും. ആ 2m2 ഇങ്ങോട്ട് കൊടുത്തിട്ട് താഴെ വന്നാൽ ടെൻഷൻ്റെ ഇക്വേഷൻ കിട്ടുക 2m1 m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു ജി ആണ്. ഈ 2 ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ആ ഇക്വേഷൻസ് ഒന്ന് നമുക്ക് നോക്കാം ആദ്യം. അത് ആദ്യം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ആൻസറുകൾ കിട്ടിപ്പോരും. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ വന്നത് ഡിഫറൻസ് ബൈ സം ഇൻറ്റു ജി. ഡിഫറൻസ് ബൈ സം ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു ജി. ടെൻഷൻ്റെ ഇക്വേഷൻ ഞാൻ എഴുതിയത് ഓർമ്മയുണ്ടോ? 2 ഇൻറ്റു പ്രൊഡക്റ്റ് m1 m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു ജി. ഇതാണ് നമുക്ക് ആൻസർ വരിക. ഒന്ന് ഡിഫറൻസ് ബൈ സം ഇൻറ്റു ജി, അടുത്തത് 2 ഇൻറ്റു പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ സം ഇൻറ്റു ജി. ആക്സിലറേഷൻ ഡിഫറൻസ് ബൈ സം ഇൻറ്റു ജി, ടെൻഷൻ എന്ന് പറയുന്നത് 2 ഇൻറ്റു പ്രൊഡക്റ്റ് ബൈ സം ഇൻറ്റു ജി ആണ് വരിക. അപ്പോൾ ഇതാണ് ആക്സിലറേഷനും ടെൻഷൻ്റെയും ഒരു ഇക്വേഷൻസ് വരുന്നത്. അപ്പോൾ ഈ ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആ ജി ഈക്വൽ ടു സാധാരണ നമ്മൾ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എടുക്കും, അല്ലെങ്കിൽ ജി ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് ആക്ച്വൽ വാല്യൂ അതാണ്. അപ്പോൾ ജിക്ക് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസിൽ ഇതാണ് വരുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ഒരു പുള്ളിയുണ്ട്. ആ പുള്ളിയിൽ നമ്മൾ 2 മാസുകൾ വെച്ചു എന്ന് കരുതുക. ഒന്ന് 3 ആണ്, അടുത്തത് 4 ആണെങ്കിൽ ആക്സിലറേഷൻ കാണാൻ പറഞ്ഞാൽ ഡിഫറൻസ് ബൈ സമ്മ്, ഡിഫറൻസ് 4ഉം 3ഉം ഡിഫറൻസ് എത്രയാ? 1 ബൈ
സം എത്രയാണ് 7 ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ g/7 ആണ് ആക്സിലറേഷൻ വരിക. ഇനി നമ്മളോട് ടെൻഷൻ കാണാൻ പറഞ്ഞാൽ ടെൻഷൻ്റെ ഇക്വേഷൻ കിട്ടുക 2m1m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു ജി എന്നാണ് വരിക. അപ്പോൾ 2 ഇൻറ്റു പ്രൊഡക്റ്റ് 3 ഇൻറ്റു 4 12 ഡിവൈഡഡ് ബൈ സം 7 ആണ് ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ 24g/7. വേണമെങ്കിൽ ആ ജിക്ക് 10 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ എഴുതാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ പുള്ളിയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ പറയാം. ടു ഉണ്ട്, ഇവിടെ 5 ഉണ്ട് എന്ന് കരുതുക. ആക്സിലറേഷൻ പറയുമ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 3 ആണ് വരിക. ഡിവൈഡഡ് ബൈ സമ്മ് 7 ഇൻറ്റു ജി. ഇതാണ് ആക്സിലറേഷൻ കിട്ടുക. ടെൻഷനാണ് കാണേണ്ടതെങ്കിൽ 2 ഇൻറ്റു പ്രൊഡക്റ്റ് 2 ഇൻറ്റു 5 എത്രയാണ് 10 ഡിവൈഡഡ് ബൈ സം എത്രയാണ് 7 ഇൻറ്റു ജി. ഇതാണ് ആൻസർ വരിക. അപ്പോൾ നമുക്ക് പുള്ളിയുടെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. ആ ആക്സിലറേഷൻ്റെ ഇക്വേഷൻസും അതേപോലെ തന്നെ ടെൻഷൻ്റെ ഇക്വേഷനും നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾക്ക് ഈ ടെൻഷൻ കാണുമ്പോൾ ടെൻഷൻ കാണാനുള്ള വേറെ ഒരു വഴി നോക്കൂ. നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ m1 ആണ് ഗ്രേറ്റർ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ m1ൻ്റെ ഇക്വേഷൻ വന്നത് m1g മൈനസ് ടി ഈക്വൽ ടു m1a. m2ൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ടി മൈനസ് m2g ഈക്വൽ ടു m2a. ഇങ്ങനെയാണല്ലോ നമ്മൾ ഇക്വേഷൻസ് കണ്ടത്. ഇതൊന്ന് ടെൻഷൻ്റെ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ടി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ടെൻഷൻ്റെ ഒരു ഇക്വേഷൻ കിട്ടുക ഇതാണ് m1 ഇൻറ്റു ജി മൈനസ് എ. ഇതെന്നാണ് ടെൻഷൻ ഉണ്ടാക്കണമെങ്കിൽ ഇത് അങ്ങോട്ട് ഉണ്ടായാൽ പ്ലസ് ആവും. അതിൽ m2 കോമൺ എടുക്കാം. അപ്പോൾ ടെൻഷൻ്റെ ഇക്വേഷൻ m2 ഇൻറ്റു ജി പ്ലസ് എ. നിങ്ങൾ ഈ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് ഈ ജി മൈനസ് എ ജി പ്ലസ് എ ജി മൈനസ് എ ജി പ്ലസ് എ ഇതിങ്ങനെ കുറേ പ്രാവശ്യം നമ്മൾ കാണും. ഇനി നോക്കാം, m1 ഉപയോഗിച്ച് ടെൻഷൻ കാണാം, m2 ഉപയോഗിച്ച് ടെൻഷൻ കാണാം. m1 ഉപയോഗിച്ച് കാണുമ്പോൾ നോക്കിയാൽ മൈനസാ വന്നത്, m2 ഉപയോഗിച്ച് കണ്ടപ്പോൾ പ്ലസ് ആണ് വന്നത്. അങ്ങനെയാണെങ്കിൽ m1 എങ്ങോട്ടാ പോണത്? താഴോട്ട്. കാരണം m1 ആണല്ലോ ഗ്രേറ്റർ. m1 ഗ്രേറ്റർ ദാൻ m2 ആണ്. അപ്പോൾ താഴോട്ട് പോണത് m1 ആണ്. താഴോട്ടാണെങ്കിൽ ജി മൈനസ് എ, മുകളിലോട്ടാണെങ്കിൽ ജി പ്ലസ് എ. ഇതാണ് വരിക. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. താഴോട്ടാണെങ്കിൽ ജി മൈനസ് എ, മുകളിലോട്ടാണെങ്കിൽ ജി പ്ലസ് എ. അപ്പോൾ m1 ഉപയോഗിച്ച് ടെൻഷൻ പറയാൻ പറഞ്ഞാൽ m1 താഴോട്ടാണ്, m1 ഇൻറ്റു ജി മൈനസ് എ. m2 ഉപയോഗിച്ചിട്ട് ടെൻഷൻ പറയാൻ പറഞ്ഞാൽ m2 മുകളിലോട്ടാണ്, അപ്പോൾ m2 ഇൻറ്റു ജി പ്ലസ് എ. മുകളിലോട്ടാണെങ്കിൽ ജി പ്ലസ് എ, താഴോട്ടാണെങ്കിൽ ജി മൈനസ് എ. ഇത് നോക്കും. ഇനി നമ്മൾ എല്ലാ ഇക്വേഷൻസും കൂടെ പറയുകയാണെങ്കിൽ ഇതിനൊരു ഉപകാരമുണ്ട്. ഞാനത് വഴിയെ ഓരോ പ്രോബ്ലത്തിൽ കാണിച്ചു തരാം. പുള്ളി വരുന്ന സമയത്ത് ആക്സിലറേഷൻ കാണാൻ പറഞ്ഞാൽ ഡിഫറൻസ് ബൈ സം ഇൻറ്റു ജി. അടുത്തത് ടെൻഷൻ കാണാൻ പറഞ്ഞാൽ 2m1 m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു ജി.
ടെൻഷൻ കാണാൻ വേറെ ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. M1 ഉപയോഗിച്ചാണ് കാണുന്നതെങ്കിൽ അത് താഴോട്ടാണെങ്കിൽ G-A. അപ്പൊ M1 ഇൻറ്റു G-A. മുകളിലോട്ടാണെങ്കിൽ G+A. അപ്പൊ ടെൻഷൻ ഈക്വൽ ടു M2 ഇൻറ്റു G+A. ഇത്രയും കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഈ അവസാനം എഴുതിയ ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിവിടെ അഡീഷണലായിട്ട് പറയുന്നത്. നോക്കും, ആ ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു പുള്ളിയെങ്കിൽ ആ പുള്ളിയിൽ ഇവിടെ ഒരു മാസ് ഉണ്ട്, വേറെ ഒരു മാസും ഉണ്ടെങ്കിൽ ഇവിടെ ദാ ഇങ്ങനെ ഒരു മാസാണെന്ന് കരുതുക. ഇപ്പോൾ നമ്മളിവിടെ ഓരോ മാസുകൾ കൊടുക്കുകയാണ്. 2, 4, 3. ഇങ്ങനെയാണ് മാസുകൾ വന്നതെങ്കിൽ ചെയ്യേണ്ടത് ആദ്യം ഇവിടെ എത്ര ടെൻഷൻ ഉണ്ട്, ആ ടെൻഷൻ കാണുന്ന സമയത്ത് ഇതിനെ ഞാൻ T1, ഇത് T1 ആണെങ്കിൽ ഇത് ഒറ്റ കയറാം, ഇവിടെയും T1 ആണ്. ഇനി ഇവിടെ വേറെ ഒരു കയറുണ്ട്, അത് T2 ആണ്. അപ്പോൾ നമ്മൾക്ക് ടെൻഷൻസ് ഒരുപാട് കാണാനുണ്ട്. അപ്പോഴാണ് ആ G-A G+A കൊടുക്കേണ്ടത്. ഇനി നമ്മൾക്ക് ആക്സിലറേഷൻ കാണാം. എന്തായിരുന്നു ആക്സിലറേഷൻ്റെ ഇക്വേഷൻ? ഡിഫറൻസ് ബൈ സം ഇൻറ്റു G. പക്ഷെ ആ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇവിടെ ഉള്ളത് ടോട്ടൽ എടുക്കുക, ഇവിടെ ഉള്ളതും ടോട്ടൽ. ഇവിടെ ടോട്ടൽ എത്രയാണ്? 6 ആണ്, ഇവിടെ 3 ആണ്. അപ്പോൾ 6ഉം 3ഉം ഡിഫറൻസ് ആണ് 6 മൈനസ് 3 ഡിവൈഡഡ് ബൈ സം എത്രയാ? 6 + 3 9 ഇൻറ്റു G എന്ന് പറഞ്ഞാൽ G/3 എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ ആക്സിലറേഷൻ G/3 എന്നാണ് വന്നത്. ഇനി നമ്മൾ ടെൻഷൻ കാണുകയാണെന്ന് കരുതുക. ടെൻഷൻ കാണുന്ന നേരത്ത് ഇവിടുത്തെ ടെൻഷൻ ഈ T1 കാണാൻ ഇത് ഉപയോഗിച്ചാൽ മതി. ഇവിടെ ഉപയോഗിച്ചാലുള്ള മെച്ചം ഒരൊറ്റ മാസേ ഉള്ളൂ. എവിടെയാണോ ടെൻഷൻ കാണുന്നത് ആ ടെൻഷൻ്റെ താഴെയുള്ള ടോട്ടൽ മാസ് എടുക്കണം. ടോട്ടൽ മാസ് T1 കാണുമ്പോൾ, അപ്പോൾ ഇവിടുന്നും T1 കാണാം, പക്ഷെ ഈ ടോട്ടൽ മാസ് എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇവിടുന്ന് T1 കാണുകയാണെങ്കിൽ T1 = 3 എങ്ങോട്ടാ പോവുക? ഇവിടെ 6ഉം ഇവിടെ 3 ആണെങ്കിൽ 3 മുകളിലോട്ടാ പോവുക. അപ്പോൾ 3 × G+A, 3 × G+A എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × G+A എന്ന് പറയുന്നത് G/3 ആണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3G + G 4G/3. അപ്പോൾ 3 × 4G/3. ആ 3 കട്ട് ചെയ്ത് പോയിട്ട് 4G എന്നാണ് ആൻസർ വരിക. ഇനി നമ്മൾക്ക് T2 കാണാനുണ്ട്. T2 ആണ് നമ്മൾ കാണുന്നതെങ്കിൽ ആ T2ന് താഴെയുള്ള മാസ് എടുക്കുക, അത് 2 ആണ്. അപ്പോൾ ആ T2ന്റെ നേരെ താഴെയുള്ള മാസം എടുക്കേണ്ടത്, ആ മാസ് ടോട്ടൽ എടുക്കണം. 2 × അത് താഴോട്ടാ പോണത്, അപ്പോൾ G-A എന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ 2 × G-G/3 എന്നാണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3G - G 2G/3 എന്നാണ് കിട്ടുക. അപ്പോൾ പുറത്തൊരു 2 ഉണ്ട്, പിന്നെ ഒരു 2G/3 എന്ന് പറഞ്ഞാൽ 4G/3 എന്നാണ് കിട്ടുക. ഇതാണ് നമ്മളെ ആൻസർ വരിക. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഒരു കൺസെപ്റ്റ് താഴോട്ടും മുകളിലോട്ടും പോകുന്നതാണ്. നമ്മൾ പറഞ്ഞിരുന്നു ടെൻഷനിൽ M1 താഴോട്ടാണെങ്കിൽ M1 × G-A. അതല്ല M2 ഉപയോഗിച്ച് കാണുമ്പോൾ M2 മുകളിലോട്ടാണെങ്കിൽ M2 × G+A. ഇനി എവിടെയാണോ നിങ്ങൾ ടെൻഷൻ കാണുന്നത് ആ കയറിന് താഴെയുള്ള ടോട്ടൽ മാസ് എടുക്കണം. ഞാനിവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതാം.
ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 10 ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ 5 ആണ്, ഇവിടെ 10 ആണ്. ഇവിടുത്തെ ടെൻഷൻ ഞാൻ T1 എന്ന് കരുതി. അപ്പോൾ ഇവിടെയും T1 തന്നെയാണ്. ഈ പോയിന്റിൽ T2 ആണ് ടെൻഷൻ. ആദ്യം ആക്സിലറേഷൻ കാണാം. ആക്സിലറേഷൻ കാണുമ്പോൾ T1ൻ്റെ അവിടെ ഈ മാസ് എടുത്ത് ചെയ്താൽ മതി. കാരണം ഇവിടെ ഒറ്റ T1 അല്ല, ആദ്യം ആക്സിലറേഷൻ ആണല്ലോ. അപ്പോൾ നമ്മൾ ഡിഫറൻസ് ബൈ സം ഇൻറ്റു ജി. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 10ഉം ഇവിടെ 5ഉം ആണ്. അപ്പോൾ 10 മൈനസ് 5 ആണ്. ഡിവൈഡഡ് ബൈ സമ്മ് 10 പ്ലസ് 5 15 ഇൻറ്റു ജി ഈക്വൽ ടു G/3 എന്നാണ് ആൻസർ വരിക. ഇനി നമ്മൾ T1 ആണ് കാണുന്നതെങ്കിൽ ഇതുപയോഗിച്ചും ചെയ്യാം, ഇതുപയോഗിച്ചും ചെയ്യാം. ഇതുപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ താഴെയുള്ള മാസ് 10 ആണ്. ഇതുപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ താഴെയുള്ള മാസ് ടോട്ടൽ 5 ആണ്. ഇതുപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത് 10 ഇൻറ്റു. ഇനി ആ 10 എങ്ങോട്ടാ പോവാ? താഴോട്ടാ പോവാ. താഴോട്ടാണെങ്കിൽ G-A. A എന്ന് പറഞ്ഞാൽ G/3. G-G/3 എന്ന് പറഞ്ഞാൽ 2G/3 ആണ്. അപ്പോൾ 2G/3 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 20G/3 എന്നാണ് ആൻസർ കിട്ടുക. T2 കാണാം. T2 ഇവിടെയാണ്. T2ൻ്റെ നേരെ താഴെയുള്ള മാസ് 2. അത് പോകുന്നതോ മുകളിലോട്ടും. മുകളിലോട്ടാണെങ്കിൽ G+A. A എന്ന് പറയുന്നത് ആരാ? G/3. അപ്പോൾ ആ G/3 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ G/3 പ്ലസ് G 4G/3. 4G/3 ഇൻറ്റു 2 8G/3 എന്നാണ് കിട്ടുക. അപ്പോൾ ഇത് മറന്നു പോകാൻ പാടില്ല. നമ്മൾ ഓരോ പ്രോബ്ലത്തിൻ്റെ സമയത്ത് ഓരോ ഇക്വേഷൻസ് ഇങ്ങനെ ഓർത്ത് വെക്കണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു പ്രോബ്ലം ചെയ്യാണ്. അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം, മറന്നു പോകാൻ പാടില്ല. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇവിടെ 3 ആണ്, ഇവിടെ 5 ആണ്, ഇവിടെ 80 ന്യൂട്ടൺ കൊടുത്തു, ഇവിടെ 40 ന്യൂട്ടൺ കൊടുത്താൽ ഈ സിസ്റ്റം അങ്ങോട്ടാണ് പോവുക. 80 കൂടുതലാണത് 40 ആണ്. അപ്പോൾ ഇവിടുത്തെ ടെൻഷൻ T എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആദ്യം ആക്സിലറേഷൻ കാണണം. ടോട്ടൽ ഫോഴ്സ് 80 മൈനസ് 40 എന്ന് പറഞ്ഞാൽ 40 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 8 ഈക്വൽ ടു 40/8 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ടെൻഷൻ കാണാൻ ബാക്കിലുള്ള മാസിൻ്റെ ആക്സിലറേഷൻ പ്ലസ് ബാക്കിലുള്ള ഫോഴ്സ്. ഇതാണ് ബാക്കിൽ വരിക, അങ്ങോട്ടാ പോകണം. ബാക്കിലുള്ള മാസ് പറഞ്ഞാൽ 3 ഇൻറ്റു 5 ആക്സിലറേഷൻ പ്ലസ് ബാക്കിലുള്ള ഫോഴ്സ് 40 ഈക്വൽ ടു 3 ഇൻറ്റു 5 15 ആണ്. അപ്പോൾ 55 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇതായിരുന്നു നമ്മൾ ആദ്യം കണ്ട പ്രോബ്ലംസ്. അപ്പോൾ ഇതിന് കുറേ വകഭേദങ്ങളുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് ചെയ്ത് മനസ്സിലായാലാണ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുക. അടുത്തത് പുള്ളീൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. പുള്ളീൻ്റെ ക്വസ്റ്റ്യനിൽ 2 എണ്ണം വരാം. 2 എണ്ണം വരുമ്പോൾ നമുക്കൊരു റെഡിമെയ്ഡ് ഇക്വേഷൻ ഉണ്ട്. ഇതൊരു 2 ആണ്, ഇത് 4 ആണെങ്കിൽ താഴൊന്നുമില്ല, ഒറ്റ ടെൻഷനേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ആക്സിലറേഷൻ നമുക്ക് കാണാം. ആക്സിലറേഷൻ കാണുമ്പോൾ നോക്കൂ, ഡിഫറൻസ് 4 മൈനസ് 2 ഡിവൈഡഡ് ബൈ സമ്മ് 6 ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ G/3. ഇനി ടെൻഷൻ കാണാം. ടെൻഷന് ഞാനൊരു ഇക്വേഷൻ പറഞ്ഞിരുന്നു ഇതിൽ. ഇനി അതല്ല, നമ്മൾ ആ താഴോട്ട് മുകളിലോട്ട് പറഞ്ഞ രീതിയിൽ നോക്കുകയാണെങ്കിൽ T നിങ്ങൾക്ക് ഇവിടുന്നും കാണാം, ഇവിടുന്നും കാണാം. ഞാൻ ഈ 4 ഉപയോഗിച്ച് ചെയ്യാം. T ഈക്വൽ ടു 4 ഇൻറ്റു 4 2 ആകുമ്പോൾ 4 താഴോട്ടാകുമോ? അപ്പോൾ G-A.
ആ എ എന്ന് പറയുന്നത് g/3 ആണ്. g മൈനസ് g/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2g/3. 2g/3 എന്ന് പറഞ്ഞാൽ 2 × 4 ഉണ്ടാവും ഇവിടെ. അപ്പോൾ 8g/3 എന്ന് കിട്ടും. ഇനി ഇതേ ടെൻഷൻ ഈ 2 ഉപയോഗിച്ച് കാണാം. t = ആ മാസ് 2 ആണ്. 2 പോണത് മുകളിലോട്ടാണ് എന്ന് പറഞ്ഞാൽ g പ്ലസ് എ എന്ന് പറഞ്ഞാൽ g/3 ആണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 4g/3 എന്ന് പറഞ്ഞാൽ 8g/3. അപ്പോൾ നമ്മൾ ഏത് വിധേന കണ്ടാലും ആ ടെൻഷൻസ് സെയിം ആയിരിക്കും. ഇനി നമ്മൾ പറഞ്ഞ മറ്റൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പുള്ളിയിൽ തന്നെ വേറെ ഒരുപാട് മാസുകൾ വരികയാണെങ്കിൽ, ഇങ്ങനെ ഒരു മാസ് ഉണ്ട്, മറ്റൊരു മാസും കൂടെ ഉണ്ട് എങ്കിൽ നോക്കാം. ഇവിടെ ഒരു 2, 3 ആണ്, ഇവിടെ ഒരു 8 ആണെന്ന് കരുതുക. അപ്പോൾ നമുക്ക് 2 ടെൻഷൻ ഉണ്ട്. ഇവിടെ ഞാൻ T1 ആണെങ്കിൽ ഇവിടെയും T1 ആണ്, ഇവിടെ T2 കൊടുത്തു. ആക്സിലറേഷൻ കാണുമ്പോൾ 8 ആണ് ഇവിടെ ടോട്ടൽ 5 ആണ്. ഡിഫറൻസ് 8 - 5 3 ഡിവൈഡഡ് ബൈ സം എടുത്താൽ നമ്മൾക്ക് വരുന്നത് 8 + 5 13 × g ആണ്. ഇനി നമ്മൾക്ക് ടെൻഷൻ കാണണമെങ്കിൽ T1 = താഴെയുള്ള മാസ് 8 × 8 താഴോട്ടാണെങ്കിൽ g - a എന്ന് പറയുന്നത് 3g/13 ആണ്. നമ്മൾക്ക് അത് സിംപ്ലിഫൈ ചെയ്താൽ അതിൻ്റെ ആൻസർ കിട്ടും. അടുത്തത് T2 കാണണം. T2ൻ്റെ താഴെയുള്ള മാസ് 2 ആണ്. ഇൻറ്റു 2 പോകുന്നതോ മുകളിലോട്ടും. അപ്പോൾ g + a എന്ന് പറഞ്ഞാൽ 3g/13 ആണ്. ഇത് സോൾവ് ചെയ്താൽ അതിൻ്റെ ആൻസറും കിട്ടും. അപ്പോൾ ഈ രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ആകെ ഒരു 3 ടൈപ്പ് പ്രോബ്ലം മാത്രമേ ശരിക്കും ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതെന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാടധികം ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ അടുത്തൊരു ടൈപ്പ് കാണുമ്പോൾ, ഇപ്പം ഞാൻ വേറൊരു ടൈപ്പ് പറയുകയാണെങ്കിൽ അപ്പോഴേക്കും ഇത് ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ നിങ്ങൾ അതിങ്ങനെ റിവൈസ് ചെയ്ത് വീണ്ടും വീണ്ടും നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ് എടുക്കുന്ന സമയത്ത് തന്നെ മനസ്സിലായിട്ടുണ്ടാകും കുറച്ച് സ്ലോയിലാണ് എടുക്കുന്നത്. അത് എടുക്കാനൊരു കാരണമുണ്ട്. നിങ്ങൾ +1 എത്തുന്ന സമയത്ത് പൊതുവിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ബാക്കി ഒരു സബ്ജക്റ്റും ആവില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. ഏറ്റവും ബുദ്ധിമുട്ടായി വരുന്നത് ഫിസിക്സാണ്. അതിപ്പോൾ നിങ്ങൾ ചെയ്തു പോകുന്നത് അങ്ങനെ നോക്കണ്ട. അത് ആ ഒരു രീതിയിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ എടുക്കുന്നത് കൊണ്ടാണ് അത് സിമ്പിളായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ ഇത് തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോഴേ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അസൈൻമെൻറ്റിൽ എന്ത് ചെയ്യാം, ഒരുപാട് ചോദ്യങ്ങൾ തരാം. അത് നിങ്ങൾ നന്നായിട്ട് ചെയ്യാം. പിന്നെ നമ്മളെ ഗ്രൂപ്പിൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒരു നല്ല ഫ്യൂച്ചർ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലാസ്സുകൾ എടുക്കുന്ന ആളുകൾ എല്ലാം ഈ ഒരു എൻട്രൻസിൻ്റെ എഴുതി ക്വാളിഫൈ ചെയ്ത ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് മാത്സ് എടുക്കുന്നതായാലും ഫിസിക്സ് എടുക്കുന്നതായാലും കെമിസ്ട്രി എടുത്തവരായാലും ഒക്കെ നിങ്ങൾക്ക് എൻട്രൻസ് ക്വാളിഫൈ ചെയ്ത ആളുകളാണ്. എൻട്രൻസ് ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ +1 +2 ആ NCERTയിലെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി അറിഞ്ഞാലേ നമ്മൾക്ക് എൻട്രൻസ് ക്വാളിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ക്ലാസ്സിന് മുന്നിൽ വന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ആൾ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എടുത്തിരുന്നത് ഒരാൾ ഡോക്ടറാണ്. ബാക്കിയുള്ള ആളുകൾ എൻജിനീയേഴ്സ് ഉണ്ട്. വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് ഓരോ എൻട്രൻസ് എഴുതി കോഴ്സുകൾ കഴിഞ്ഞ ആളുകളാണ്. അപ്പോൾ ഈ എൻട്രൻസ് എഴുതിയ ഒരാളാണ് നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഓരോ മുക്കും മൂലയും നമുക്കിങ്ങനെ തെരഞ്ഞു പിടിച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും. പിന്നെ
അങ്ങനത്തെ ഒരാളാണ് എടുക്കുന്നതെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് പ്രോബ്ലം പാർട്ടിലായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രോബ്ലംസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ആ ഭാഗം കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ എൻട്രൻസിനൊക്കെ താല്പര്യപ്പെടുന്ന കുട്ടികളുണ്ടാവാം. അവരിപ്പോഴേ നോക്കി തുടങ്ങാം. ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത് തീർത്ത പ്രോബ്ലംസ് ഒക്കെ ഇനിയും നിങ്ങൾ കാണും. ആ കാണുന്ന സമയത്ത് അതിൻ്റെ ഒരു ഈസിനെസ് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ ലെവലിൽ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഈ രീതിയിൽ ക്ലാസ്സുകൾ കിട്ടിയേ തീരും. പിന്നെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ കുട്ടികളൊക്കെ ചെയ്യുന്നത് +1 +2ൻ്റെ കൂടെ തന്നെ ഏത് മേഖലയിലോട്ടാണ് നമ്മൾ പോകുന്നത് അത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ പഠിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ അതിൽ ശരിക്ക് വിജയിച്ച് വരുള്ളൂ. ആ +1 +2 കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാം എന്ന് കരുതിയാൽ അത് അബദ്ധജടിലമാവും. കാരണം അത് നമ്മൾ നിത്യേന കാണുന്നതാണ്. +1 +2ൽ ഉഴപ്പി നടന്നിട്ട് പിന്നെ ഒരു കൊല്ലം ഒക്കെ നിന്നിട്ട് നന്നായിട്ട് പഠിച്ചെടുക്കാം എന്ന് കരുതിയാൽ അതൊരു ശുദ്ധ മണ്ടത്തരായി പോവും. കഴിയുന്നവരുണ്ടാവാം, പക്ഷെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു മെഡിക്കൽ ഫീൽഡ് എടുക്കാം. നിങ്ങളൊരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഒരു 100 ബാച്ചിലൊരു കുട്ടികളാണെങ്കിൽ അതിൽ 50% വരുന്ന ആളുകളും ഈ +1 +2ൽ പഠിച്ച ആളുകളാണ്. ആ +1 +2 കൂടെ നേടിയെടുത്ത ആളുകളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു കഴിഞ്ഞാലാണ് നല്ല നല്ല കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. പിന്നെ ബാക്കി വരുന്ന 50% ഈ ആളുകൾ +1 +2ൻ്റെ കൂടെയും പഠിച്ചിട്ടുണ്ട്, എന്നിട്ടും ഫെയിലായി പോയിട്ട് പിന്നെ പഠിച്ച ആളുകളാണ്. അപ്പോൾ ബാക്കി വരുന്ന ഒരു 25% ഒക്കെയോ ഈ ഒരു +1 +2ൽ ഉഴപ്പി നടന്നിട്ട് പിന്നെ നേടിയെടുക്കണം. അത് അത്രയും ജീനിയസ് ആകുന്നതുകൊണ്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇത് നന്നായി ശ്രദ്ധിക്കുക. നന്നായി ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ.